ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ആശയക്കുഴപ്പം. കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം AICC അറിയിച്ചെന്ന് കെ മുരളീധരൻ പറഞ്ഞു. എന്നാൽ ഇക്കാര്യം KPCC അധ്യക്ഷൻ കെ സുധാകരൻ സ്ഥിരീകരിച്ചില്ല. KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ നിലപാട് അറിയിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. പങ്കെടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തികളാണെന്ന് ശശി തരൂർ MP ആവർത്തിച്ചു. BJPക്ക് കോൺഗ്രസിനെ കെണിയിൽപ്പെടുത്താനാവില്ല എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കും. ഇതിലെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. അവരെ ഒരു പാർട്ടിയായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. ഞങ്ങളെ അങ്ങനെ പെടുത്താൻ അങ്ങനെ BJPക്ക് പറ്റുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകൾ എല്ലാ കാര്യത്തിലുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിലെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്നതിനോട് പാർട്ടിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. അതേസമയം ചടങ്ങിൽ പങ്കെടുക്കണമെന്ന നിലപാടിലാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങൾ. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന സൂചന നൽകി ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗവും രംഗത്തെത്തി. ചടങ്ങ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വിമർശിച്ചു. बीजेपी का 2-3 दिन का जो एक पॉलिटिकल इवेंट है वो खत्म होने के बाद हम जाएंगे भगवान के पास. ये राजनीति कर रहे हैं, उनका ना राम से नाता है ना उनके विचार से नाता है. ये चुनाव का जुमला है. സജോ ദേവസ്യയും R രാധാകൃഷ്ണന് വിവരങ്ങൾ നൽകും. ആദ്യം സജോ, എന്താണ് കേരള ഘടകത്തിൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു സ്വഭാവം? ഇതിൽ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കേണ്ടതില്ല, അതിൽ കോൺഗ്രസ് പ്രതിനിധി പോകേണ്ടതില്ല എന്നതാണ് KPCCയുടെ ഒരു പൊതു നിലപാട് എന്ന് തോന്നുന്നു. പ്രധാന നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങളിൽ നിന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അക്കാര്യത്തിൽ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുമില്ല. എന്താണ് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം, സജോ? വിജയകുമാർ, ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും പ്രതിസന്ധിയും സംസ്ഥാന കോൺഗ്രസിനെയും വലിയ തോതിൽ വെട്ടിലാക്കിയിരിക്കുന്നു എന്നതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം. കൃത്യമായ ഒരു അഭിപ്രായമോ നിലപാടോ തുറന്നു പറയുന്നതിന് പ്രതിപക്ഷ നേതാവ് VD സതീശനോ KPCC പ്രസിഡന്റ് കെ സുധാകരനോ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ദേശീയ തലത്തിൽ എന്തു തീരുമാനമായിരിക്കും കോൺഗ്രസ് എടുക്കുക എന്നത് സംബന്ധിച്ച് സർവത്ര ആശയക്കുഴപ്പവും അവ്യക്തതയുമാണ്. അതേസമയം KPCCക്ക് പൊതുവിൽ, അതായത് സമസ്ത പരസ്യമായി തുറന്നടിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായ നിലപാട് വ്യക്തമാക്കി. അങ്ങനെ പൊതുവിൽ UDF-നകത്ത് തന്നെ ഇതിനകം നിലപാട് വന്നു. ഒപ്പം സമസ്തയുടെ അടക്കം നിലപാട് വന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. CPIM അവരുടെ നിലപാട് വ്യക്തമാക്കി. ഇനി ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് ഒരുപക്ഷേ CPIM കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവർ ആ നിലയിലേക്ക് പോകും. അത്തരമൊരു സാഹചര്യമൊക്കെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം VD സതീശനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. KPCC പ്രസിഡന്റ് ഇന്ന് അഭിപ്രായം ചോദിക്കുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് KPCC അല്ല, അഭിപ്രായം ചോദിച്ചാൽ പറയും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. തങ്ങളോട് ചോദിച്ചാൽ അഭിപ്രായം പറയും. ആ അഭിപ്രായം എന്താണ് എന്നുകൂടി നമ്മൾ ചോദിച്ചിരുന്നു. അത് പക്ഷേ നിങ്ങളോട് പറയേണ്ടതില്ല എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി സംസ്ഥാന കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അതേസമയം കെ മുരളീധരൻ പറയുന്നു പങ്കെടുക്കേണ്ടതില്ല. ആ KPCCയുടെ അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്നാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ചൊന്നും ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആരും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾക്കൊന്നും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. അത്തരം ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന കോൺഗ്രസ് എത്തിയിരിക്കുന്നു. പക്ഷേ സംസ്ഥാന കോൺഗ്രസിന്റെ ഒരു പൊതുവികാരം ഈ കാര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം, ആ നിലയ്ക്ക് ക്യാമ്പയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നൊരു അഭിപ്രായം KPCCക്കുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് അതൊരു
സമ്മർദ്ദമായി ഉപയോഗിക്കാനോ ഒന്നും കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം KPCCയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തൽക്കാലം മൗനം ആചരിക്കുക, അതല്ല പിന്നീട് പോകാതിരിക്കാനാണ് തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ ആ ഘട്ടത്തിൽ പ്രതികരിക്കുക, ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുക എന്നതാണ്. പക്ഷേ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നു. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രതിപക്ഷ നേതാവിനോ KPCC അധ്യക്ഷനോ കാര്യമായ മറുപടികളൊന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്ത് നിലപാട് സ്വീകരിക്കും, എങ്ങനെ അതിനെ വിശദീകരിക്കും എന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കുറെ കൂടി വ്യക്തമായി മറുപടി പറയുന്നത് ഒരുപക്ഷെ ശശി തരൂർ മാത്രമാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പിന്നീട് ഇക്കാര്യത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയത് K മുരളീധരൻ മാത്രമാണ്. മറ്റുള്ള നേതാക്കൾ ആ പ്രതിസന്ധി അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ആശയക്കുഴപ്പം അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നതാണ് വസ്തുത. വിജയകുമാർ. യെസ്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് സംസ്ഥാന നേതാക്കളെ അതിൽ കൂടുതൽ പ്രതികരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോഴാ MK മുനീർ പറയുന്നു അത് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ, ആ കോൺഗ്രസിന്റെ അഭിപ്രായത്തിനായി കാത്തിരിക്കാമെന്ന്. രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. RK അയോധ്യയിലാണ്. RK, ഇന്ന് അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെ യോഗം ചേരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ട്രസ്റ്റ് കോൺഗ്രസ് നേതാക്കളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത തരത്തിൽ പോകണോ വേണ്ടയോ എന്നതിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോകണമെന്ന് ആ ഘടകങ്ങൾ ആവശ്യപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കേരളവും തമിഴ്നാടും തെലങ്കാനയും ബംഗാളും ഒക്കെ പറയുന്നു അവിടേക്ക് പോകരുത് എന്നത്. എന്തു തീരുമാനമെടുക്കണമെന്നതിൽ ഒരു വ്യക്തതക്കുറവുണ്ടോ കോൺഗ്രസിന്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ആർക്കെ വിജയൻ, നമ്മൾ കോൺഗ്രസിൻ്റെ ഈ സംസ്ഥാനങ്ങളിലെ നേതാക്കളോട്, പ്രത്യേകിച്ച് ഈ ഉത്തർപ്രദേശിലെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രിയങ്ക ഗാന്ധി കാശിയിലടക്കം സന്ദർശനം നടത്തുകയും ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും എത്തുകയും ചെയ്തത്. ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുക എന്ന പാതയിലായിരുന്നു ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നയം സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ സ്വീകരിച്ചതും ആ വിധത്തിലുള്ള ഒരു നയമാണ് എന്നതാണ്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്നതിനൊപ്പം ഭൂരിപക്ഷ വിഭാഗങ്ങൾ അകന്നുപോയതിനെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുക എന്നതുകൂടിയാണ് കോൺഗ്രസിന്റെ നയമായി മാറേണ്ടത് എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു ദേശീയ നേതൃത്വമായി തങ്ങൾ എന്നവർ അവകാശപ്പെടുന്നു. എന്നാൽ മാത്രമേ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിലും ഹിന്ദി ഹൃദയഭൂമിയിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇനി ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി അത് വലിയ രീതിയിലായിരിക്കും എന്ന് ഇവിടെയുള്ള നേതാക്കന്മാർ വിശദീകരിക്കുന്നു. കാരണം ഈ ഉദ്ഘാടന ചടങ്ങ് ജനുവരി 22-ന് കഴിയുമെങ്കിലും അതിന് അനുബന്ധമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസം വരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഉദ്ഘാടന ദിവസം 22-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 41 ദിവസം മണ്ഡല ആചരണമായിട്ട് നടത്തുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും, ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ മേഖലയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടി, ഈ ചടങ്ങ് നടക്കുന്ന അയോധ്യയിലാണെങ്കിലും പ്രാദേശികമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്താൻ, വിശ്വാസികളിലേക്ക് എത്താനാണ് ഇപ്പോൾ ഈ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഈ രാമക്ഷേത്ര നിർമ്മാണ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, അതിൽ ഏതൊക്കെ സംഘടനകൾ അതിൻ്റെ പ്രാതിനിധ്യമുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിധത്തിലുള്ള തന്ത്രം കോൺഗ്രസ് സ്വീകരിച്ചില്ലെങ്കിൽ, അഥവാ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായും അനുബന്ധ ചടങ്ങുകളുടെ ഭാഗമായിട്ടും കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും നിലനിന്നില്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഈ ഹിന്ദുക്കളുടെ പരിപാടി എന്ന രീതിയിൽ, അഥവാ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം അത് പൂർണ്ണമായിട്ടും ഈ സംസ്ഥാനങ്ങളിൽ പാളും. അതിൻ്റെ ഫലം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും തിരിച്ചടിയായിട്ട് അനുഭവിക്കേണ്ടി വരിക എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായി മാറുന്ന വിധത്തിലേക്ക് ആ വികാരം വളരാനായിട്ടുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പ്രായോഗിക രാഷ്ട്രീയ സമീപനം എന്ന രീതിയിൽ ഇത് ഉൾക്കൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനം എടുക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് ഈ ഉത്തർപ്രദേശിലടക്കം ഇപ്പോൾ റാലി നടത്തി വരികയാണ്. ആ ഘട്ടങ്ങളിലൊക്കെ അവർ അവകാശപ്പെടുന്നതും പല മേഖലകളിലും അവകാശപ്പെടുന്നതും ഈ സംസ്ഥാനത്ത് എല്ലാ വിധത്തിലുള്ള വിഭാഗങ്ങളുടെയും താല്പര്യ സംരക്ഷണത്തിന് തങ്ങൾ തന്നെ വേണം എന്ന ഒരു നിലപാടാണ്. അത് അടക്കം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കണം, ക്ഷണം സ്വീകരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ സംസ്ഥാന ഘടകങ്ങൾ അവരവരുടെ അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന ഘടകങ്ങൾ മാത്രമല്ല, എന്തായാലും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഹൈക്കമാൻഡിനെ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്, ചടങ്ങിൽ പങ്കെടുക്കണം എന്നതാണ് അവരുടെ അഭിപ്രായം. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ പല സംസ്ഥാനങ്ങളും കടുത്ത വിയോജിപ്പ് അറിയിക്കുകയാണ്. എന്തായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെന്നറിയാൻ ഈ സംസ്ഥാന ഘടകങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ അത് കുറെ കൂടി നിർണായകമാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ ഘടകകക്ഷികളും കോൺഗ്രസിന്റെ തീരുമാനം എന്താണ് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്.
മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. തമിഴ്നാടനും DMDK സ്ഥാപക പ്രസിഡന്റുമായ വിജയകാന്ത് അന്തരിച്ചു. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. പുരട്ചി കലൈഞ്ചർ എന്നായിരുന്നു ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടത്. 154ഓളം സിനിമകളിൽ വേഷമിട്ടു. 1979 പുറത്തിറങ്ങിയ എനിക്കും ഇളമൈ ആയിരുന്നു ആദ്യ ചിത്രം. പ്രിയ നേതാവിന്റെ വിയോഗ വാർത്തയോടെ വൈകാരികമായാണ് ആരാധകരും പാർട്ടി പ്രവർത്തകരും പ്രതികരിച്ചത്. DMDK ആസ്ഥാനത്ത് നിന്ന് മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും. മനേഷ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു ആരാധകരുടെ, പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ വളരെ വൈകാരികമായ പ്രതികരണം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം DMDK ആസ്ഥാനത്താണോ? സംസ്കാര ചടങ്ങുകൾ നാളെ എപ്പോഴായിരിക്കും? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, സാലഗ്രാമത്തെ വീട്ടിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായി ഇവിടേക്ക് കൊണ്ടുവരികയാണ്. നമ്മളിപ്പോൾ ഉള്ളത് DMDKയുടെ ആസ്ഥാനത്താണ്, കോയമ്പേടുള്ള ആസ്ഥാനത്താണ്. ഇവിടെ തന്നെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നാളെ വൈകുന്നേരം 4:30 മണിക്ക് ചടങ്ങുകൾ നടക്കും. അത് DMDK ആസ്ഥാനത്ത് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പുരട്ചി കലൈഞ്ചറെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി നൂറുകണക്കിന് ആരാധകരും പാർട്ടി പ്രവർത്തകരുമാണ് ഈ ഓഫീസിന് മുൻപിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. അല്പസമയത്തിന് ശേഷം ആ വിലാപയാത്ര ഇവിടേക്ക് എത്തിച്ചേരും. അതോടുകൂടി തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സാലിഗ്രാമത്തെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിയിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരാൾ വന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള എല്ലാവരും സമകാലികരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അത് രജനീകാന്ത് ഉണ്ട്, കമൽഹാസൻ ഉണ്ട്, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അവരെല്ലാം തന്നെ DMDK ഓഫീസിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ആ രീതിയിൽ തന്നെ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ രീതിയിലും ആരാധകരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൃത്യമായി വരിയിൽ നിർത്തിക്കൊണ്ട് അവർക്ക് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വളരെ വൈകാരികമായി തന്നെയാണ് ആരാധകരും അതുപോലെ പാർട്ടി പ്രവർത്തകരും ഒക്കെ പ്രതികരിക്കുന്നത്. കാരണം ഈ ഒരു മരണം അപ്രതീക്ഷിതമായിരുന്നു. കഴിഞ്ഞ തവണ നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ തോതിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും അദ്ദേഹം തിരികെ എത്തുകയും ജനറൽ കൗൺസിൽ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുകയും അവസാനമായി അദ്ദേഹം പങ്കെടുത്ത ഒരു പൊതുവേദി എന്ന് പറയുന്നത് അതാണ്. പ്രേമലത വിജയകാന്തിന് അധികാരം കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള ആ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അന്ന് വളരെ അവശനായിട്ടാണ് അദ്ദേഹത്തെ കാണപ്പെട്ടത്. 2 ദിവസം മുൻപ് അദ്ദേഹത്തെ വീണ്ടും മേയോട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് രാവിലെ കോവിഡ് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷമാണ് മരണം ഔദ്യോഗികമായി അറിയിക്കുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു മരണത്തെ ഞെട്ടലോടുകൂടി തന്നെയാണ് ആരാധകർ കേട്ടിരിക്കുന്നത്. പുരട്ചി കലൈഞ്ചർ എന്ന പേര് അദ്ദേഹത്തിന് അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ആരാധകർ തടിച്ചുകൂടുന്നത്. സാലിഗ്രാമത്തെ വീട്ടിലും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ DMDK ഓഫീസിന് മുമ്പിൽ, ആസ്ഥാനത്തിന് മുൻപിൽ അത്രയധികം ആളുകൾ എത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ പാലത്തിന് മുകളിലൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാ കോയമ്പേടി പാലത്തിന് മുകളിലൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ പലയിടങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് ശേഷം വിലാപയാത്ര ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും കൃത്യമായ അർത്ഥത്തിലുള്ള പോലീസ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വരുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി കൂടിയാണ് നാളെ വൈകുന്നേരം 4:30 മണിക്ക് സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാവർക്കും അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. വളരെ സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. അതേ സമാനമായ രീതിയിൽ തന്നെ സാധാരണക്കാരനെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന, ഒപ്പം കൂട്ടിയിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും വളരെ കൃത്യമായി തന്നെ മുൻപോട്ട് വെച്ചിരുന്ന ആശയവും സാധാരണക്കാരന് വേണ്ടി തന്നെയായിരുന്നു. അതാണ് ഈ വൈകാരിക പ്രകടനങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. DMDK ആസ്ഥാനത്തേക്ക് മൃതദേഹം വിലാപയാത്രയായി എത്തിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം ഏതാണ്ടൊരു മനുഷ്യ മഹാസമുദ്രം ആയിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അവിടെ കാത്തിരിക്കുന്നത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. DMDK ആസ്ഥാനത്ത് നിന്നാണ് മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകിയത്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുത്തു. മറ്റു പേരുകൾ യോഗത്തിൽ ഉയർന്നു വന്നില്ല. VA ഗിരീഷാണ് ഈ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ഗിരീഷ്, മറ്റു പേരുകളൊന്നും ഉയർന്നു വന്നില്ല. ബിനോയ് വിശ്വത്തെ നേരത്തെ
തെരഞ്ഞെടുത്ത രീതിയോട് പാർട്ടിക്കകത്ത് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. കെ ഇസ്മയിലൊക്കെ അത് പരസ്യമായി അതിൽ അതൃപ്തി അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെട്ടു എന്നാണോ കരുതേണ്ടത്, അതോ അത്തരം ഭിന്നാഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല എന്ന് കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു? വിജയകുമാർ, ഇക്കാര്യത്തിൽ CPIയിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്ത ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രീതി തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. സംസ്ഥാന കൗൺസിലാണ് ഇക്കാര്യത്തിലുള്ള തീരുമാനമെടുക്കേണ്ടത്, എക്സിക്യൂട്ടീവ് അല്ല, എക്സിക്യൂട്ടീവിന് ഇതിനുള്ള അധികാരമില്ല എന്നുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. കെ ഇസ്മയിൽ അടക്കമുള്ള നേതാക്കളാണ് ഇത്തരം വിമർശനങ്ങൾ ഉയർത്തിയത്. സ്വാഭാവികമായും സംസ്ഥാന കൗൺസിലിൽ ഇതൊരു മത്സരത്തിൻ്റെ സൂചനകൾ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗം ചേരുമ്പോൾ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ജനറൽ സെക്രട്ടറി D രാജയാണ് ബിനോയ് വിശ്വത്തിൻ്റെ പേര് സംസ്ഥാന കൗൺസിൽ നിർദ്ദേശിച്ചത്. ഇത് കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോലും കൗൺസിൽ പോയില്ല എന്നുള്ളതാണ് ഏറെ രസകരമായിട്ടുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പേര് നിർദ്ദേശിക്കുമ്പോഴാണ് ഈ ചർച്ച ഉയർന്നു വരേണ്ടത്. എന്നാൽ അത്തരത്തിലൊരു ചർച്ച പോലും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. ചർച്ച കൂടാതെ തന്നെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ച പേര് സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു. ബിനോയ് വിശ്വം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു നേരത്തെ കാനം രാജേന്ദ്രൻ തൻ്റെ പിൻഗാമി ആരാകണമെന്ന ഒരു സൂചന ദേശീയ നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരുന്നു. അത് ബിനോയ് വിശ്വത്തിൻ്റെ പേര് തന്നെയായിരുന്നു. കാനത്തിൻ്റെ അഭിപ്രായം കൂടി കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിരിക്കുന്നു. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് കാനത്തിൻ്റെ സംസ്കാരം നടന്ന അതേ ദിവസം തന്നെ ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കാൻ നിർവാഹക സമിതി തീരുമാനിച്ചത്. അതിന് ഇന്ന് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം ഏകകണ്ഠമായി അംഗീകാരം നൽകുകയും ചെയ്തു. വിജയകുമാർ, ഗിരീഷ്, കാനം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് ഈ ചുമതലകൾ കൈമാറുന്നതിൽ ഒരു കത്ത് എഴുതി വെക്കുകയും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അത് പിന്തുടരുന്ന രീതി അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നതടക്കമുള്ള വിമർശനം ഉയർത്തിയത് മുതിർന്ന നേതാവ് K ഇസ്മയിലാണ്. അങ്ങനെ ഈ പിന്തുടർച്ചാവകാശമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത്. നമുക്കറിയാം K ഇസ്മയിൽ ഒരു സമയത്ത് ഇസ്മയിൽ പക്ഷം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ CPIയിൽ വിഭാഗീയത രൂക്ഷമായിരുന്നു. അതിൻ്റെ തുടർച്ച ഇപ്പോഴും പല ജില്ലകളിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ബിനോയ് വിശ്വത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ബാധകമാകുന്നില്ല. അതിനർത്ഥം അതൊരു സമവായം ആയി അക്കാര്യത്തിൽ എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ജനറൽ സെക്രട്ടറി D രാജ അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ ആനിരാജ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തലസ്ഥാനത്ത് എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കൗൺസിലിൽ യാതൊരുവിധ മത്സരവും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ആഗ്രഹിച്ചിരുന്നത്. അതിനുള്ള ചില ചർച്ചകൾ കേന്ദ്ര നേതൃത്വം നടത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന CPIയെ നയിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളയാൾ ബിനോയ് വിശ്വം ആണ് എന്ന ഒരു തിരിച്ചറിവാണ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഒരു സമവായ ചർച്ചയും അതോടൊപ്പം തന്നെ ചില നീക്കങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടന്നത്. നിലവിൽ CPIയെ കുറേ കൂടി രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിലപാടുകൾ CPI സ്വീകരിക്കേണ്ടതുണ്ട്, സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും ദേശീയ രാഷ്ട്രീയത്തിലായാലും ഒക്കെ. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഈ നിലപാടുകൾ ഉറച്ചു പറയുന്നതിനും LDFൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനുമൊക്കെ ഏറ്റവും കെൽപ്പുള്ള ഒരാൾ തന്നെ വേണം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ബിനോയ് വിശ്വത്തെ ഇപ്പോൾ സംസ്ഥാന കൗൺസിലിൽ പേര് നിർദ്ദേശിക്കുകയും ഏകണ്ഠമായി ഇക്കാര്യത്തിന് അംഗീകാരം നൽകുകയും ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ ചെയ്തിരിക്കുന്നത്. വിജയകുമാർ, ശരി ഗിരീഷ്, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ബിനോയ് വിശ്വം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുറെ കൂടി സജീവമാകുന്നു. അദ്ദേഹം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്നു. തീരുമാനം ഇന്ന് അംഗീകരിച്ചിരിക്കുന്നു. മറ്റു പേരുകളൊന്നും ഉയർന്നു വന്നില്ല. നേരത്തെ ഇക്കാര്യത്തിൽ ചില ചർച്ചകളെ പറ്റിയൊക്കെ കേട്ടിരുന്നു, ചില പ്രതികരണങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പദവിയെ ബാധിച്ചിട്ടില്ല, സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്താൻ. ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.